ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. അത് ഞാൻ എയർ ഫ്രയറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല അധികം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ വിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചിട്ട് ഇതുപോലെ 2 പീസാക്കി എടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഭാഗം ഞാൻ മുറിച്ച് കളയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുറിച്ചാൽ മതി, അല്ലെങ്കിൽ അതോടുകൂടി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഇതിനെ 2 പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ ശേഷം നല്ല ഓയിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അന്നേരത്ത് എന്തായാലും ഓയിൽ ഫ്രൈഡ് ബ്രോസ്റ്റഡ് ചിക്കനും കുറച്ച് അൺഹെൽത്തി ആയിട്ട് തന്നെയാണല്ലോ ഉള്ളത്. അപ്പം നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ട് അധികം ഓയിലൊന്നും ചെയ്യാണ്ട് നമുക്കിത് നന്നായിട്ട് എയർ ഫ്രയറിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിന് സൂപ്പർ ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഹെൽത്തി എന്ന് ഞാൻ പറയില്ല, കാരണം ഇത് നമ്മൾ മൈദയിലൊക്കെ മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയിലേക്ക് ഞാനിതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കശ്മീരി ചില്ലി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. സാധാരണ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ചിക്കനെ വെക്കുകയല്ലോ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഒരു 2 കപ്പ് മൈദപ്പൊടിയും ഞാൻ അതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അത് വേറൊരു പാത്രത്തിൽ എടുത്തു വെക്കുക. കോൺഫ്ലോർ വേറൊരു പാത്രത്തിൽ എടുത്തു വെക്കുക. ഇനി നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും ഇതിലേക്ക് ചേർക്കാം. പാപ്രിക്ക കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ആദ്യം തന്നെ നമുക്കിത് കോൺഫ്ലവറിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടായി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അതിൻ്റെ കൂടെ അധികമുള്ള കോൺഫ്ലവറെല്ലാം ഒന്ന് പോയി കിട്ടണം. അതിനുശേഷം നമുക്കിത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ മാവിലേക്ക് ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ കോട്ടിങ് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കൈ കൊണ്ട് ഇതുപോലെ തട്ടി കൊടുത്തിട്ട് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ വിങ്സും നമുക്ക് ഇതേപോലെ കോൺഫ്ലോറിലേക്ക് മുക്കി മുട്ടയിലിട്ട് അവിടുന്ന് പിന്നെ മൈദപ്പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുത്തു വെക്കാം. ഇപ്പോൾ 2 മാത്രം ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അവസാനം നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളിത് പൊടി തട്ടി കൊടുത്തിട്ട് എടുക്കണം. മൈദപ്പൊടി കുറച്ച് തട്ടി നന്നായിട്ട് അതിൻ്റെ അകത്ത് പോക്കണം. എന്നാൽ അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കിടക്കുകയും വേണം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ചെയ്തിട്ട് നമുക്കെല്ലാം എടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ വിങ്സ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് നേരത്തേക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എയർ ഫ്രയർ പ്രീഹീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിൽ ഒലീവ് ഓയിലാണ് ഇതിൻ്റെ മേലെ പുരട്ടി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടറാണോ വെണ്ണയാണോ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒലീവ് ഓയിൽ. അതിനുശേഷം നമുക്കിതുപോലെ നിരത്തി വെക്കാം. ഇതിൽ ചിക്കൻ വിങ്സ് ഞാനിപ്പോൾ ഏകദേശം ഇതിൽ തന്നെ 4, 3, 7 എണ്ണത്തോളം ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നുണ്ട്. ഒരു ട്രേയിൽ 7 എണ്ണത്തോളം ഞാൻ വെക്കുന്നുണ്ട്. ഇനി അടുത്ത ട്രേയിലും ഞാൻ ഇതുപോലെ തന്നെ 7 എണ്ണം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് എയർ ഫ്രയർ ചെയ്തെടുക്കാം. ഒരു ഭാഗത്ത് നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇത് വെച്ചത്. ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒലീവ് ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, കൂടുതൽ മുക്കി ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മളിത് എണ്ണയൊന്നും ഇല്ലാതെയാണല്ലോ തയ്യാറാക്കുന്നത്. ഒലീവ് ഓയിൽ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഇതിൻ്റെ മേലെ പുരട്ടി കൊടുക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ വെണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മുക്കി ഒഴിക്കാതെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ട് ഇതിലും നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒലീവ് ഓയിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ 2 ട്രേയും എയർ ഫ്രയറിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 13 മിനിറ്റ് നേരത്തേക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 2 ട്രേയും ഒരുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 13 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്ത് വരട്ടെ. അപ്പോൾ ഇത് 13 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് നോക്കാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടുന്ന് ട്രേ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് രണ്ടും വീണ്ടും ഇതുപോലെ തന്നെ മറ്റേ ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു ഫോർക്കോ ഒരു നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. കൈ പൊള്ളി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും എയർ ഫ്രയറിലേക്ക് മാറ്റിയിട്ട് 150 ഡിഗ്രിയിൽ ഒരു 13 മിനിറ്റ് നേരത്തേക്ക് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ എയർ ഫ്രയറിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 13 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എയർ ഫ്രൈഡ് ബ്രോസ്റ്റ് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു എയർ ഫ്രയറിൽ ചെയ്തെടുക്കുമ്പോൾ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടത് ഉള്ളത്. അതും ഓയിലൊന്നും അധികം ഇല്ലാതെ ഉള്ള ഓയിലെല്ലാം ഇതിൻ്റെ നെറ്റിലൂടെ നമ്മൾ എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രേയിൽ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. അത്ര പോലും ഓയിലൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചിക്കൻ ബ്രോസ്റ്റ് തയ്യാറാക്കുന്നത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.